അയ്യൻകുന്ന് പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞാ ദിനത്തിൽ പഞ്ചായത്ത് അംഗവും ഭർത്താവും കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അങ്ങാടിക്കടവ് വാർഡ് മെമ്പർ ബിന്ദു ഷാജിയും ഭർത്താവ് ഷാജിയുമാണ് മുറ്റത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. നായയുടെ കുരക്കേട്ട് പുറത്തിറങ്ങിയ ഷാജി നേരെ എത്തിയത് കാട്ടാനയുടെ മുന്നിലേക്കായിരുന്നു. ആനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ വീണാണ് ഷാജിയുടെ കാലിന് പരിക്കേറ്റത്. ബിന്ദുവും ഉടൻ തന്നെ വീടിനുള്ളിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. ആനയുടെ മുന്നിൽ അപ്രതീക്ഷിതമായി അകപ്പെട്ടതിന്റെ നടുക്കം ഈ കുടുംബത്തിന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഈ കടുത്ത മാനസികാവസ്ഥയിലും 10 മണിയോടെ ബിന്ദു പഞ്ചായത്തിലെത്തി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതിനുശേഷമാണ് ഭർത്താവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. വിവരമറിഞ്ഞ പഞ്ചായത്ത് അംഗങ്ങളും മറ്റ് ജനപ്രതിനിധികളും സംഭവസ്ഥലം സന്ദർശിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇന്നലെ സത്യപ്രതിജ്ഞയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ രാവിലെ പള്ളി കഴിഞ്ഞിട്ട് പോകാനായിട്ടാണ് രാവിലെ ഒരു 5 മണിക്ക് മുന്നേ ഒരു 4:45 തൊട്ട് ഇവിടുന്ന് പട്ടി ഭയങ്കര കുരയ്ക്കുമായിരുന്നു. അത് ചിലപ്പം എന്തെങ്കിലും ജീവികളെയൊക്കെ കണ്ട് അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ വലിയ കാര്യമാക്കിയില്ലത്. ഒരു 10 മിനിറ്റോളം അവിടെ കുറച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ വലിയൊരു സൗണ്ട് കേട്ടു. ഈ ആന ഓരിയിടുന്ന ചിഹ്നം വിളിക്കുന്ന സൗണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല, ആന എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് ഈ സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർത്തു വല്ല കാട്ടുപന്നീനെ ഈ പട്ടി ഓടിച്ചുകൊണ്ട് അത് ഒച്ചയിടുന്നതെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ ഏറ്റ് ചായ വെച്ചു. ഷാജി ചായ കുടിച്ചിട്ട് പശുവിനെ കറന്നിട്ട് വേണം ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യപ്രതിജ്ഞയുടെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അപ്പോൾ ഹാളിലേക്ക് വന്നു ചായ വെച്ചിട്ട്. അപ്പോൾ ഷാജി അടുക്കളയിൽ ഇരിക്കുവാണ് ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഒരു വലിയ സൗണ്ട് കേട്ടു. വീണ്ടും ഈ പട്ടി കുരയ്ക്കുന്നതിനിടയ്ക്കാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ സിറ്റൗട്ടിലോട്ട് ഇറങ്ങി. അപ്പം വീണ്ടും ഒരു സൗണ്ടും കൂടെ, ഈ വലിയ ശബ്ദത്തിനിടയ്ക്കാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ ആന ചിഹ്നം വിളിക്കുന്ന സൗണ്ടാണെന്നുള്ളത് എന്നിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാനോർത്തു പിന്നെയും ഈ പന്നീനെ ഇവരാക്രമിക്കുന്നതുകൊണ്ട് അത് അലർന്നതാണെന്നാണ് പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രില്ല് തുറന്ന് സ്റ്റെപ്പിലോട്ട് ഇറങ്ങിയ പാടെ പറഞ്ഞ് ഷാജിയിൽ നിന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഷാജി അടുക്കളയുടെ ഡോറ് തുറന്ന് ഒച്ച കേട്ടപ്പം ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അങ്ങനെ കൃത്യം ആന കയറി നമ്മുടെ മുറ്റത്തോട് വരുവാണ് ആ സമയത്ത്. അപ്പം കൃത്യം മുന്നപ്പെട്ടു. ഞാൻ ഗ്രില്ല് തുറന്ന് ഇവിടെ കാല് സ്റ്റെപ്പിലേക്ക് കുത്തുന്ന പാടെ എൻ്റെ മുന്നേക്കൂടെ നിലവിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഷാജിയും പുറകെ ഒരു കൊമ്പനാനെ. ഇത് കണ്ടപാടെ ഞാനാകെ സ്റ്റക്കായിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് ചാടി കയറി. പിന്നെ ഞാൻ പുറകെ ഷാജിയുടെ പുറകെ ആന പോയെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഫോൺ വിളിച്ചെല്ലാം അറിയിച്ചു. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഷാജി സുരക്ഷിതനാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് അവിടുന്ന് അയൽക്കാർ വിളിച്ച് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് സമാധാനമായി. പിന്നെ ഒരുപാട് പേര് വന്നു, ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് താഴെ അയൽക്കാരും ചേട്ടൻ ചേച്ചി അങ്ങനെ എല്ലാവരും വന്നു. അങ്ങനെ ഒരു വലിയൊരു സംഭവമാണ് നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ ആയിരുന്നു. പക്ഷേ രാവിലെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അഭിമുഖീകരിക്കേണ്ടി വന്നു അന്നേ ദിവസം തന്നെ. അതിപ്പം ജീവിതത്തിലെ എന്താ പറയണ്ടേ, ഒരു വലിയൊരു സംഭവമായി തീർന്നെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ സിനിമയ്ക്കകത്തും അല്ലാതെ പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു അനുഭവം. നമ്മുടെ കൺമുന്നേ തന്നെ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പം വളരെ നമ്മൾ പേടിച്ചു പോയി. എന്നാലും ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഇനി ഞങ്ങളുടെ ഈ 6-ാം വാർഡിൽ അയ്യൻകുന്ന് മുഴുവനും ഞങ്ങൾ ഒറ്റ ടീമായിട്ട് ഇങ്ങനെ ഈ വന്യമൃഗങ്ങൾക്കെതിരെ പോരാടാനും അതിനുള്ള ഫെൻസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാനുമായിട്ട് ശ്രമിക്കും. ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പ്രസിഡന്റും ഞങ്ങൾ മെമ്പർമാരെല്ലാവരും കൂടി ആദ്യം പോയത് ഈ ആനയാണ് വലിയവർമ്മങ്കരി ഭാഗത്തേക്ക് നീങ്ങിയത്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ അവരോടെല്ലാം ഫോറസ്റ്റുകാരോടും എല്ലാം വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് കിരട്ടിയിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വരും വഴി ആന അവിടെ വലിയവർമ്മങ്കരി റോട്ടിൽ കൂടെയൊക്കെ ഇറങ്ങി ഓടുന്നെന്ന് അറിഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി. ഞങ്ങൾ രാത്രി വരെ എന്ന് പറഞ്ഞ പോലെ അവിടെ ആയിരുന്നു. അപ്പോൾ അത് തുരത്തുന്നതിൻ്റെ പുറകെല്ലാം ഞങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നറിയാൻ കഴിഞ്ഞത് ഇന്നലെ രാത്രിയോടുകൂടി ആറളം ഫാമിലേക്ക് എത്തിച്ചേർന്നെന്നാണ് അറിഞ്ഞത്. പട്ടിയെല്ലാം കുറച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നോക്കിയിരിക്കുമായിരുന്നു. അപ്പം ആനയാണെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ നല്ല ഇങ്ങനെ കയറി വരുമ്പോൾ 2 കൊമ്പ് കണ്ടു. ഇങ്ങനെ കൊമ്പ് കണ്ട പാടെ എനിക്ക് തോന്നുന്നു ആനയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഈ ഫ്രണ്ടിൽ കൂടെ ഇങ്ങോട്ട് ഓടി. പെട്ടെന്ന് അവിടെ നിന്നില്ല. പെട്ടെന്നൊരു മൈൻഡ് വന്ന് നമുക്ക് ആനയാണെന്നുള്ള രീതിയിൽ ഞാൻ ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഞാൻ. പക്ഷേ ആന ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആന എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ 2 വണ്ടി ഇങ്ങനെ കിടക്കുന്ന കാരണം ആനയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇവിടെ അങ്ങോട്ട് നിന്നത്. അപ്പോൾ ഓടിയപ്പം അന്നേരമാണ് വീണ അങ്ങനെ പരിക്കും.